പ്രകാശിനൊരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. ഉടനെ ഗ്യാസ് സ്റ്റൗവായി, പാത്രങ്ങളായി. കുടുംബം വെട്ടിമുറിച്ചവൻ രണ്ടാക്കി. അതൊന്നും വേണ്ടിയിരുന്നില്ലമ്മേ. ആരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ മോളെ. ഭാരം കൂടുമ്പോ മക്കളോടൊന്ന് പകുത്തെടുക്കാൻ പറയുന്നത് അത്ര വലിയ തെറ്റാണോ? അടുക്കളയിലേക്ക് ചെല്ലുമ്പോ എന്റെ കൈയും കാലും മരവിക്കുന്നത് പോലെ മോളെ. അത്രയ്ക്ക് സങ്കടം. സുചിത്ര എടുത്തി പാവം, അവളെന്ത് ചെയ്യാനാ? എല്ലാം സഹിക്കുക. ഞാൻ പ്രകാശ് ചേട്ടനെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. നീ എന്താ വന്നേ? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമൊക്കെ ഉണ്ടായത് ഇവിടെയല്ലേ? എന്തിനാ പ്രകാശ് ചേട്ടാ വയസ്സായ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ വാശിയും വൈരോഗ്യമൊക്കെ കാണിക്കുന്നത്? ഈ കുടുംബത്തിലെ മൂത്തയാളല്ലേ പ്രകാശ് ചേട്ടൻ? വയസ്സുകാലത്ത് കുടുംബത്തിന് താങ്ങാവേണ്ട ആള് തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഇവിടെ ഇപ്പൊ എന്തിനാ രണ്ടടുക്കളയും രണ്ട് പാചകവും? നീ ഇവിടെ പ്രഭാഷണം നടത്താൻ വന്നാലല്ലോ. ഈ വീട്ടിൽ രണ്ടടുക്കളയോ നാലടുക്കളയോ ആയിക്കോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. പ്രകാശ് ഏട്ടാ, സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഏറ്റവും എളുപ്പമായ മാർഗം രണ്ടടുക്കള. അതാ പ്രകാശ് ഏട്ടൻ ഇപ്പൊ ചെയ്തത്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചെലവ് വഹിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറയുമ്പോ ഞാൻ എന്താ കടിച്ചു തൂങ്ങി കിടക്കണോ? ഇത്രയും നാളും ഈ മനുഷ്യന്റെ ചെലവിലാണ് കഴിഞ്ഞതെന്ന് ഓർമ്മ വേണം. ഓ, നീ പുതിയ ഓർമ്മപ്പെടുത്തലൊന്നും നടത്തണ്ട കേട്ടോ. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഈ അനാഥ കൊച്ചിനെ കാണാനാണ് വന്നതെങ്കിലേ കണ്ടിട്ട് പോയിക്കോണം. ഇവള് അനാഥ കൊച്ചൊന്നുമല്ല, എന്റെ മോളോ. നിന്റെ മോളോ? ഞങ്ങളറിയാതെ അത് നടന്ന. നിന്റെ കാര്യത്തിൽ അതും നടക്കും, അതിന്റെ അപ്പുറവും നടക്കും. താലി കെട്ടിയതേ തന്തയും തള്ളയും പോലും പറഞ്ഞിട്ടില്ല. പ്രകാശ, അധിക സംസാരമൊന്നും വേണ്ട. സംസാരിക്കും. ഈ വീടിനിപ്പോ വാടക കൊടുക്കുന്നത് ഞാനും കൂടിയാ. ഞാൻ വാടക കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളത് ഞാൻ വിളിച്ചു പറയും. അല്ല, നീ എന്തിനാ വന്നേ? എനിക്ക് കുറച്ച് സമയം കൂടി തരണം. മുതലും പലിശയൊക്കെ ഞാൻ തന്നെ തന്നു തീർത്തോളാം. മുതല് മാധവൻ നായർ പതുക്കെ തന്നാ മതി. പക്ഷേ എനിക്ക് പലിശ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. തരാം. ഞാൻ എത്രയും പെട്ടെന്ന് തരാം. എന്റെ മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കരുത്. മാധവൻ നായരെ, ഒരു 2 ദിവസം കൂടി ഞാൻ സമയം തരും. പലിശ കുടിശ്ശിക തീർത്തടച്ചിരിക്കണം. അതുവരെ ഒരു ഉറപ്പിനായിട്ട് മാധവൻ നായരുടെ ഈ 3 ചക്ര വണ്ടി ഞാനിങ്ങ് എടുക്കുക. പലിശ പൈസ തീർത്ത് തരുമ്പോ അതിങ്ങി തന്നേക്കാം. വണ്ടി എടുക്കണം. അയ്യോ, അത് വേണ്ട.
അപ്പൊ മാധവൻ നായരെ 2 ദിവസം അധികം താമസിച്ച ഞാൻ ചിലപ്പോ ഇത് ആക്രിക്ക് പൊളിക്കാൻ കൊടുക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അപ്പൊ ഇൻഷാ അല്ലാ വാടാ. വണ്ടി എടുക്കടാ. അച്ഛാ, ഇതൊന്നും സാരമില്ല മോളെ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾ പൊയ്ക്കോ, പണത്തിന് നമുക്ക് എന്തെങ്കിലും വഴി കാണാച്ച. സാരമില്ല.